ഹലോ. അപ്പം ഇന്ന് എൻ്റെ വൈകുന്നേരത്തെ ചെടി നനയൊക്കെ കഴിഞ്ഞു. അപ്പം നമ്മുടെ തക്കാളിയൊക്കെ പഴുത്തിട്ടുണ്ടായിരുന്നു. അപ്പം തക്കാളിയൊക്കെ പറിക്കാൻ വിചാരിച്ചു കേട്ടോ. അപ്പം ഒരു 3-4 ഉള്ളൂ, ഒരുപാടൊന്നുമില്ല. അപ്പം അങ്ങനെ തക്കാളിയൊക്കെ പറിച്ചു. പിന്നെ കുറച്ച് പച്ചമുളകും ഉണ്ട് പറിക്കാൻ, അതുപോലെ വഴുതനങ്ങ, വെണ്ടയ്ക്കയും, പിന്നെ അതുപോലെ പയറൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മൾ ചീരവിത്തും മുളക് തൈയൊക്കെ ഇപ്പോൾ കുറച്ച് നട്ടിട്ട് കുറച്ചേ ആയുള്ളൂ. അപ്പോൾ നമുക്ക് ഉള്ളത് കുറച്ച് പറിക്കാൻ വിചാരിച്ചു കേട്ടോ. കുഞ്ഞു കുഞ്ഞു തൈകളായിട്ടുള്ളൂ കേട്ടോ മുളക്. അതേപോലെ പച്ചമുളക് നല്ല മൂത്തിട്ടുണ്ട്, അപ്പോൾ അത് പറിക്കുകയാണ്. പിന്നെ നമ്മൾ ഇതിനൊക്കെ വളം ഉപയോഗിക്കുന്നത് ഞാനൊരു തവണ കാണിച്ചിരുന്നു. അത് പച്ചച്ചാണകം നേർപ്പിച്ച് നല്ല ലൂസാക്കിയിട്ട് അതൊഴിക്കും. പിന്നെ അതേപോലെ കഞ്ഞിവെള്ളം പുളിപ്പിച്ചിട്ട് 2 ദിവസം എടുത്ത് വെച്ചിട്ട് അതിൽ കുറച്ച് വെള്ളവും അതേപോലെ വെണ്ണീരും മിക്സ് ചെയ്തിട്ട് അതും ചെടിയിലേക്ക്, മുളക് ചെടിക്കും കരിവേപ്പിൻ്റെ ഇലയ്ക്കൊക്കെ, കരിവേപ്പ് ചെടിക്കൊക്കെ നല്ലതാണ് കേട്ടത്. അതൊഴിക്കും. പിന്നെ പച്ചക്കറി അരിയണ വേസ്റ്റ് അതും ഇടും. പിന്നെ അത് നല്ലൊരു വളമാണ്. പിന്നെ നമ്മൾ ഗ്രോ ബാഗിൽ കരിയിലയാണ് അധികം ഉപയോഗിക്കാറ്. കുറച്ച് മണ്ണേ ഉപയോഗിക്കാറുള്ളൂ. 3/4 ഭാഗം കരിയില കുത്തിയതാക്കിയിട്ട് പിന്നെ അതിലേക്ക് കുറച്ച് മണ്ണും, അങ്ങനെയാണ് ഉപയോഗിക്കാറ്. പിന്നെ നമ്മൾ വീട്ടിലുണ്ടാക്കണ മുളകും അതുപോലെ വഴുതനങ്ങ നമുക്കിതൊന്നും കടയിൽ നിന്ന് വാങ്ങേണ്ട ആവശ്യമില്ല. വളമെല്ലാം നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള സാധനം നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും വീട്ടിലും കുറച്ചെങ്കിലും സ്ഥലം ഉണ്ടെങ്കിൽ പച്ചക്കറി 1-2 ചട്ടിയിലൊക്കെ പിടിപ്പിച്ചേക്കണം കേട്ടോ. ഞാൻ ഈ സിമൻറ്റ് ചാക്കിൽ, അങ്ങനെ ഗ്രോ ബാഗിൽ, ചട്ടിയിൽ, ബക്കറ്റിൽ, അങ്ങനെ എന്താ കിട്ടുന്നത് വെച്ചാൽ അതിലൊക്കെ ഒഴിഞ്ഞതിലൊക്കെ അങ്ങനെ ഓരോന്ന് പിടിപ്പിച്ചേക്കും. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ കേട്ടോ എല്ലാവരും ലൈക്ക് ചെയ്യും വേണം, സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ പച്ചക്കറികളൊക്കെ കണ്ടില്ലേ. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് കരുതണം. ഓക്കെ, താങ്ക് യു.